മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും അപകട നിരക്ക് കുറയ്ക്കുന്നതിനുമായി നൂതനമായ പല കാര്യങ്ങളും തമിഴ്നാട് വനംവകുപ്പ് വാൽപ്പാറയിൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു സംവിധാനമാണ് എനിക്ക് പിന്നിൽ കാണുന്ന വിർച്വൽ ഫെൻസിംഗ് സിസ്റ്റം. ഈ ഫെൻസിംഗ് സിസ്റ്റം പ്രധാനമായും ഉപയോഗപ്പെടുന്നത് എസ്റ്റേറ്റ് മേഖലയിലാണ്. ഇപ്പോൾ ഈ സംവിധാനം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വിശദമാക്കാനായിട്ട് ഇവിടുത്തെ ഒരു ടീം ലീഡറാണ് ഫോറസ്റ്റിൻ്റെ ഗണേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. எங்கനെയാണ് ഈ சிஸ்டம் வர்க் ചെയ്യുന്നത്? இங்கே வந்து லேபர் லைன்ஸ் இருக்குது பார்த்தீங்களாங்க சார். இந்த லேபர் லைன்ஸ் எலிஃபண்ட் வந்து அங்கே நிற்கும் சார். இது அந்த மலை இருக்குது பார்த்தீங்களா, அது காரிடர். அது வந்து அங்கேருந்து இறங்கி சார் இந்த வழியாக போயிங்க சார். அங்கே ஒரு பேட்ச் ஃபாரஸ்ட் இருக்குது பார்த்தீங்களாங்க சார், அதுக்குள்ளே போகும் சார். காரிடர். ஸோ இந்த மாதிரினா இந்த மாதிரி விர்ச்சுவல் ஃபென்சிங் சொல்லிட்டு வச்சுருக்கேன் சார். எலிஃபண்ட் வந்து இந்த கேப்பில் வரும்போதுங்க சார், இது டிஸ்டன்ஸில் வந்து 100 ஃபீட்டில் ஒரு அனிமல் எனி அனிமல் நம்மளே போனாலும் அலாரம் அடிக்கும் சார். இந்த சென்சர் ஒயிட் கலரில் இருக்குது பார்த்தீங்களா, அது சென்சரிங் சார். அதை நம்ம வந்து 270 டிகிரி அட்ஜஸ்ட் பண்ணிக்கலாங்க. ஸோ மேலேயும் வச்சுக்கலாம், ரைட்டு லெஃப்ட்டு ரொட்டேட் பண்ணிக்கலாங்க சார். சோலார் பேனல் மூலம் தான் சார் இது ஒர்க் ஆகுதுங்க சார். ஸோ இது மக்களுக்கு பார்த்தீங்கன்னா ஒரு அவேர்னஸ் கிரியேட் பண்ணும் சார். பெஸ்ட் எலிஃபெண்ட்லாம் பயந்துட்டுலாம் ஓடாது சார், ஜஸ்ட் நமக்கு ஒரு அவேர்னஸ். இது பார்த்தீங்கன்னா சார் 2 மோட் இருக்குது சார், 24x7, அப்புறம் நைட் மோடு. மேக்ஸிமம் நம்ம நைட் மோடில் ஆன் பண்ணோம். ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വല്ല ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? இதுக்கப்புறம் எதுவும் இல்லைங்க சார். ഇല്ല. ഇത് എത്രയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇവിടെ? ടോട്ടൽ வந்து 1300. നമുക്ക് നടന്നു നോക്കിയാലോ? തമിഴ്നാട് വനംവകുപ്പ് വാൽപ്പാറയിലെ വുഡ്ബ്രയാർ എസ്റ്റേറ്റിൽ വെച്ചിരിക്കുന്ന സ്മാർട്ട് വിർച്വൽ ഫെൻസിംഗ് സിസ്റ്റമാണിത്. എസ്റ്റേറ്റിൻ്റെ മാനേജർ എൽദോസ് ബേബി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഏരിയകളിൽ ആന വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ക്ലോസ് ആവുന്ന ഏരിയയാണ്. ഈ ക്ലോസ് ആവുന്ന ഏരിയയിൽ ആന വന്നു കഴിഞ്ഞാൽ ഇത് അലാറം അടിക്കും. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ പോകാതെ നമുക്ക് വഴിമാറി പോകാൻ സാധിക്കും. അതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് അവർ ഇതാകുന്നത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് നല്ല അലാറം സൗണ്ടിങ് ആണ്. അതുകൊണ്ട് എലിഫൻറ്റ് പെട്ടെന്ന് ഈ ബിൽഡിങ്ങുകളുടെ ഇതിലൊന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. ഈ തൊഴിലാളികൾക്ക് ഭയങ്കരമായിട്ട് ഗുണമുണ്ട്, കാരണം അവരാണ് ഈ രാത്രി ലയങ്ങളിലേക്കൊക്കെ പോകുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ട്. ഇതുണ്ടെങ്കിൽ അലാറം അടിക്കുന്നതിനാൽ നമുക്ക് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആനയുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് കാരണം അവർ ഈ വഴി മാറി വേറെ പാരലൽ വഴികളുണ്ട്, ആ വഴി ചൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ സമയത്ത് അലർട്ടാകും. എസ്റ്റേറ്റിൽ നിന്ന് ഫോറസ്റ്റ് ഗാർഡ് വന്ന് ആ സമയത്ത് ആൾക്കാർ വന്നാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് അവരെ വഴിമാറ്റി വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. முன்னாடி வர்றது போகிறது ஒன்றுமே தெரியாது சார். அதனால் இப்போ அலாரம் மாட்டினதுனால கொஞ்சம் சுதாரிப்பாக இருந்துக்கிறாங்க எல்லாரும். அலாரம் அடிக்கிறதுனால வந்துட்டு எங்கே அந்த கிராஸ் பண்ணுறப்போ அலாரம் അടിക്കുന്നത്, அதனால் வந்துட்டு நாங்கள் கவனிச்சிருந்துக்கிறோம். ഭൂരിഭാഗം വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് ഇരുട്ടുള്ള സമയത്താണ്, രാത്രിയോ പുലർച്ചയോ ഒക്കെ. ഇവിടെയാണ് ഈ വിർച്വൽ ഫെൻസിംഗ് സിസ്റ്റത്തിൻ്റെ പ്രസക്തി ഏറുന്നത്. ഇതുണ്ടോ, ഇവിടെ ആയിരിക്കുന്നതാണ് സിസ്റ്റം. ഇതൊരു ലയമാണ്. നമ്മൾ ഈ പരിധിയിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ ഇതടിയും. ഇത്ര റേഡിയസിൽ ഏതെങ്കിലും മൃഗം, കാട്ടാനയോ കാട്ടുപോത്തോ കടുവയോ പുലിയൊക്കെ വന്നാൽ ഈ സംവിധാനം ഇങ്ങനെ അലാം അടിച്ചുകൊണ്ടിരിക്കും, ലൈറ്റും തെളിയും. അപ്പോൾ ഇവിടെയുള്ള ലയങ്ങളിലുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ മൃഗം വന്നിട്ടുണ്ട്, പുറത്തിറങ്ങരുത്, സേഫായി ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ വിർച്വൽ ഫെൻസിങ് സിസ്റ്റം ഏതെങ്കിലും മൃഗം ഇവിടെ ഉണ്ടെങ്കിൽ അത് അലാമിലൂടെ ഇവിടെ ഈ ലയങ്ങളിലുള്ള തൊഴിലാളികളെ അറിയിക്കും. ഒരു 4 വർഷം മുമ്പ് വരെ വാൽപ്പാറയിൽ വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ നിരന്തരമായ പഠനങ്ങളിലൂടെ ഇത്തരം നൂതനമായ ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിലൂടെ വാൽപ്പാറയിലെ മരണനിരക്ക് ഇപ്പോൾ വളരെ കുറവാണ്. നമുക്കും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിക്കൂടെ? വാൽപ്പാറയിൽ നിന്ന് ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്ക് മുനൈസിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.